ചില ആളുകൾ അത്ര ലൗഡല്ല, അറ്റൻഷന് വേണ്ടി ഫൈറ്റ് ചെയ്യില്ല, പക്ഷെ അവരുടെ പ്രസൻസ് കാം ഫീൽ ചെയ്യും. അവർ സംസാരിക്കുന്നത് കുറവായിരിക്കും, പക്ഷെ ഒബ്സേർവ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. അതാണ് ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ക്ഷമ വളരെ സ്ട്രോങ് ആണ്. ലൈഫ് മെല്ലെ അനലൈസ് ചെയ്യുള്ളൂ. പുറത്ത് കാമായിരിക്കും, മെച്യൂറായിരിക്കും, സോഫ്റ്റായിട്ട് സംസാരിക്കും, പക്ഷെ ഉള്ളിലോ നല്ല ഇമോഷണൽ ഡെപ്ത് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഒറ്റപ്പെടൽ സീക്രറ്റ്ലി ഇഷ്ടമാകാൻ സാധ്യതയുണ്ട്. ക്രൗഡ് ഉണ്ടായാലും മെൻ്റലി നിങ്ങൾ ഒറ്റപ്പെട്ട് ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി, വിസ്ഡം, ഡീപ്പ് തിങ്കിങ് എന്നിവയോട് അട്രാക്ഷൻ ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ ഓവർ സാക്രിഫൈസ് ആണ്. ആളുകൾക്ക് വേണ്ടി സ്വന്തം ഹാപ്പിനെസ് പോലും നിങ്ങൾ ഇഗ്നോർ ചെയ്യാം. മെയ് മാസം ഇമോഷണലി ഡ്രെയിനിങ് ആയിരുന്നു. കാരണം ഫാമിലിയിൽ നിന്ന് പ്രഷർ ഉണ്ടായിരുന്നു, കരിയറിൽ സ്ട്രെസ് ഉണ്ടായിരുന്നു, റിലേഷൻഷിപ്പ് ആണെങ്കിൽ കുറച്ച് സൈലൻറ്റ് മോഡിലും, ചിലർക്ക് മെൻ്റലി ഭയങ്കര എക്സോഷനായിരുന്നു ഉണ്ടായിരുന്നത്. ജൂൺ മാസം നല്ല ഹീലിംഗ് മന്താണ്. കരിയറിൽ സ്റ്റേബിൾ ഗ്രോത്ത് എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ടീച്ചിങ്, കൗൺസിലിംഗ്, മാനേജ്മെൻറ്റ് ഇതിലെല്ലാം റപ്പ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. റിലേഷൻഷിപ്പ് സൈഡും കുറച്ച് കാമാണ്. പഴയ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംസാരിച്ച് ക്ലിയർ ആക്കും. പക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് ഓപ്പൺലി നിങ്ങൾ പറയാതിരുന്നാൽ അത് ഭാവിയിൽ വീണ്ടും പ്രോബ്ലം ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സ്റ്റേബിൾ തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. സേവിങ് മൈൻഡ് സെറ്റ് കുറച്ചും കൂടി കൂടാം. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് സമാധാനം വേണം എന്നുള്ള ഒരു വശത്ത് വിചാരം ഉണ്ടാവും. വേറൊരു വശത്ത് എന്നെ ആരെങ്കിലും മനസ്സിലാക്കണം എന്ന വിചാരം നിങ്ങൾക്കുണ്ടാവും. പുറത്ത് നല്ല കാമായിട്ടുള്ള വെള്ളം പോലെയാണ്, ഉള്ളിലോ വലിയൊരു സമുദ്രം പോലെയാണ്. അതാണ് ഉത്രട്ടാതി നക്ഷത്രം.